Hey guys, welcome back to my channel guys, welcome back to brand new video. So guys, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് guys. So ഇന്ന് നമ്മൾ ചെയ്യാവുന്ന റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല, പക്ഷെ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കണം തോന്നി. കാരണം വെച്ചാൽ മിക്ക ആർമീസും കേരളത്തിൽ അറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ +1 പഠിക്കുന്ന ഒരു കൊച്ച് ആത്മഹത്യ ചെയ്തു. അപ്പൊ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്ന് എഴുതി വെച്ച് ലെറ്ററിൽ ഫോൺ അഡിക്ഷനും പിന്നെ 3 K-pop ബാൻഡ് എസ്പെഷ്യലി BTS എന്ന് എടുത്തെടുത്ത് ന്യൂസിൽ പറയുന്നുണ്ട്. സോ അതേപറ്റി എനിക്ക് ജസ്റ്റ് സംസാരിക്കണം തോന്നി, അതുകൊണ്ടാണ് ഈ വന്നിരിക്കുന്നത്. സോ ഈ ന്യൂസ് പറയുമ്പോൾ ലൈക്ക് പേരൻസ് ഒക്കെ ആർമീസിന്റെ പേരൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആർമീസ് ഒക്കെ ചിലപ്പോൾ പേടിച്ചാണ് ലൈക്ക് അയ്യോ ലൈക്ക് ഇത് കാണുമ്പോൾ അവർ പേരൻസ് ഒരു ഇച്ചിരി എക്സ്ട്രാ അലേർട്ട് ആവും. അയ്യോ ഇനി എന്റെ മോൾ ഇത് കാണുന്ന കഴിഞ്ഞാൽ അവൾക്ക് ഈ അവസ്ഥ വരുമോ എന്ന് പേടിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും വരത്തില്ലെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞ ന്യൂസ് ആയിട്ട് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഞാൻ അറിയുന്നത് BTS അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടു അല്ലെങ്കിൽ ലോകം മുഴുവൻ കണ്ടുള്ള BTS എന്ന് പറയുമ്പോൾ എപ്പോഴും സെൽഫ് ലവ് അല്ലെങ്കിൽ ലവ് മൈ സെൽഫ് എന്നൊരു ഇന്റന്റ് അല്ലെങ്കിൽ ഒരു കോട്ട് കൊണ്ട് ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബാൻഡാണ് BTS എന്ന് പറയുന്നത്, എസ്പെഷ്യലി BTS. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു മ്യൂസിക്കിൽ ഇത്ര നാളുണ്ടായാലും ഇത്ര ഇൻഫ്ലുവൻഷ്യൽ അല്ലെങ്കിൽ ഇത്ര ഒരു ആൾക്കാർക്ക് ലൈഫ് സേവിംഗ് ആയിട്ട് വേറെ ഒരു ബാൻഡ് ഇതുവരെ ലോകത്തോടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ 2-3 വർഷം മുമ്പ് പാട്ടൊക്കെ തുടങ്ങിയ ഒരാളല്ല. ഞാൻ 10-12 വർഷമായിട്ട് 10-12 അല്ല അതിൽ കൂടുതൽ വർഷങ്ങളായിട്ട് ഞാൻ ഇംഗ്ലീഷ് മ്യൂസിക്കും ഈ സോങ്സ് ഒക്കെ ഭയങ്കര കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പല ആർട്ടിസ്റ്റ് കണ്ടിട്ടുണ്ട്, പല ലൈക്ക് ഞാൻ സെൽഫ് ഒരു ജസ്റ്റിൻ ബീബർ ഫാനാണ്. സോ ഞാൻ പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ BTSന്റെ ഫാൻസും ആർമീസായിട്ടുള്ള കണക്ഷനും ഈ BTS അവരുടെ ആർമീസിന് കൊടുക്കുന്ന ലവിങ്ങും എല്ലാം ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. സോ ലൈക്ക് എത്ര പേര് ഏത് ആർട്ടിസ്റ്റ് വന്നാലും BTSും ആർമീസും തമ്മിലുള്ള കണക്ഷൻ ഈസ് സോ ഡിഫറെന്റ്. അപ്പൊ അത് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടൊരു ആളായിട്ട് ഞാൻ പറയുക, BTS ഒരിക്കലും സൂസൈഡ് അറ്റംപ്റ്റിലോട്ട് ഒരാളെ ലീഡ് ചെയ്യത്തില്ലെന്ന് എനിക്ക് 100% ഷുവറാണ്. പക്ഷേ ഈ ഒരു കേസിൽ ഈ ഒരു കൊച്ചിന്റെ കേസിൽ +1 വിദ്യാർത്ഥിയാണ്, എന്ത് പറ്റിയെന്ന് നമുക്ക് ആലോചിച്ചു എനിക്ക് കുറെ ഇതുണ്ടാവും. എനിക്ക് BTS അല്ലെന്ന് എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. കാരണം BTSലോട്ട് അഡിക്ഷൻ ഒരിക്കലും ഒരു മരണത്തിലെ അല്ലെങ്കിൽ സൂസൈഡ് അറ്റംപ്റ്റിലോട്ട് കൊണ്ടുപോകത്തില്ല. ആ കൊച്ചിനെ ഇത് എഫക്ട് ചെയ്ത് എങ്ങനെയായിരിക്കും വെച്ചാൽ എനിക്ക് തോന്നുന്നത് മേ ബി ലൈക്ക് സ്റ്റഡി പ്രഷർ അല്ലെങ്കിൽ പഠിത്തത്തിന്റെ പ്രഷർ, എഡ്യൂക്കേഷൻ പ്രഷർ അത് തന്നെയായിരിക്കും. കാരണം ഈ ചെറിയൊരു ടൈം സ്പാൻ എടുക്കും, പരീക്ഷ കൊണ്ട് വെക്കുന്നു, അതിലേക്ക് ഇത്ര പോർഷൻസ് ലൈക്ക് ഫുൾ പോർഷൻസ് ലൈക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഇരുന്ന് കേട്ട് ലൈക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഇരിക്കുമ്പോൾ ഒരു കൊച്ച് എന്തുമാത്രം കേൾക്കും എന്തുമാത്രം ലിസൺ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. കാരണം ഒരിക്കലും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് ഇപ്പൊ എന്റെ സ്ഥിതിക്ക് വെച്ച് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ് പ്ലേ ചെയ്തിട്ട് നമുക്കിന്ന് ഉറങ്ങും. ആ ഒരു അവസ്ഥയാണ്. കാരണം ഓൺലൈൻ ക്ലാസ്സസ് എത്ര നല്ല പഠിക്കുന്ന കൊച്ചാന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സസ് ലൈക്ക് സ്റ്റിൽ ബ്രിങ്സ് ദം ഡൗൺ. അത് ഷുവർ തിങ് ആണ്. ഈ കൊച്ച് ഇപ്പോൾ ലൈക്ക് ഫുൾ A+ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും ആ കൊച്ച് അത്ര ബ്രില്യൻ്റ് ആയിരിക്കും, പക്ഷേ ഈ ഡിപ്രഷനിലോട്ട് പോയി മേ ബി. കാരണം ഈ ഒരു മറ്റേ ലോക്ക്ഡൗൺ ടൈം വന്നു. അപ്പോൾ ആ സമയത്ത് മേ ബി ആ കൊച്ചിന് മേ ബി ഒരു കൂട്ടിന് ഒരാൾ കിട്ടി കാണത്തില്ല, അല്ലെങ്കിൽ ഒന്ന് തുറന്നു പറയാൻ ഒരു കൂട്ടിന് ഒരാൾ കിട്ടി കാണില്ല. ഞാൻ ആക്ച്വലി കൊച്ചിനെ പറ്റി കൂടുതൽ പറയേണ്ട വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യം BTSനെ പറ്റിയാണ്. കാരണം ഒരു ഫോൾസ് അസംഷൻ ഇപ്പൊ ഇതുകൊണ്ട് ഈ ന്യൂസ് സ്പ്രെഡ് ആവുന്ന അനുസരിച്ച് ഫോൾസ് അസംഷൻ പേരൻസിന്റെ മൈൻഡിലോട്ട് പോകുന്നത് എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ ഇത് പേരൻസ് ആരെങ്കിലും കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. മിക്കൊരു കാണെങ്കിൽ അത് മിക്കൊരു ആർമീസ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് വലിയൊരു ജസ്റ്റ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പേരൻസിനെ കാണിച്ചു കൊടുക്കാൻ പറ്റി കാണിച്ചു കൊടുക്കുക. കാരണം ഞാൻ ഇത് കുറെ ക്ലിപ്സ് കാണിക്കാം, ലൈക്ക് മേ ബി ലൈക്ക് എല്ലാ ആർമീസ് കണ്ടിട്ടുള്ള, പക്ഷെ പേരൻസിന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നത്. കാരണം ഫസ്റ്റ് നമ്മുടെ യൂണിസെഫ് അല്ലെങ്കിൽ യൂണിസെഫിന്റെ അംബാസഡേഴ്സ് ആണ് BTS എന്ന് പറയുന്നത്. ഈ ഒരു BTS എന്നൊരു ബാൻഡിന് യൂണിസെഫിന്റെ ഒരു അംബാസഡർ ആയിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ അവർക്ക് വേൾഡിലുള്ള ഇമ്പാക്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം ആദ്യം തന്നെ. കാരണം ഒരു വേൾഡിന് ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മോട്ടോ, അത് ചെയ്യുന്ന മോട്ടോ ലവ് മൈ സെൽഫ് അല്ലെങ്കിൽ ആൾക്കാരോട് ലൈക്ക് അവർ വന്ന് തന്നെ നമുക്ക് ഒരു മോട്ടിവേഷൻ തരുന്ന രീതിയിലാണ്. ഒരു ഐഡൽ എന്ന് പറയുക പ്യുവർ ഐഡൽ നമുക്ക് വിളിക്കാൻ പറ്റിയ ഒരു ബാൻഡാണ് BTS എന്ന് പറയുന്നത്. കാരണം അവർ സ്ട്രഗിൾസിന് ഒന്നും എല്ലായിടത്തുനിന്ന് വന്നിട്ട് ഈ ഒരു പൊസിഷൻ എത്തണമെങ്കിൽ അവർ വന്ന സ്ട്രഗിൾസ് വേറെ ലെവലായിരുന്നു ആക്ച്വലി. കാരണം വേറെ ബാൻഡോ അല്ലെങ്കിൽ വേറെ ഒരു ആർട്ടിസ്റ്റ് വന്നതിനെക്കാട്ടി കൂടുതൽ സ്ട്രഗിൾസ് ഇവർ ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു സൗത്ത് കൊറിയൻ കൺട്രി അല്ലെങ്കിൽ ഒരു ഏഷ്യൻ കോണ്ടിനെന്റിൽ വന്നിട്ട് ഇത്ര ഹൈ ലെവൽ ആൻറ്റിസിപ്പേഷൻ കൊണ്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ അവരുടെ ഒരു ഹാർഡ് വർക്കും പെർസെപ്ഷൻ കൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? ഞാനപ്പോൾ അവർക്ക് അവസാനം യൂണിസെഫിൽ വന്നായിരുന്നു 2018 തോന്നുന്നു. അപ്പൊ അതിലൊരു ക്ലിപ്പ് ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം. My name is Kim Namjoon, also known as RM, the leader of the group BTS. It is an incredible honor to be invited to an occasion with such significance for today's young generation. UNICEF, building on our belief that true love first begins with loving myself. Even after making the decision to join BTS, there were a lot of hurdles. Some people might not believe, but most people thought we were hopeless. And sometimes I just wanted to quit. But I think I was very lucky that I didn't give it all up. And I'm sure that I and we will keep stumbling and falling like this. No matter who you are, where you're from, your skin color,
your gender identity, just speak yourself. ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം ഇവർ സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ക്വിറ്റ് ചെയ്യുന്ന കാര്യം. നമ്മൾ ഒരിക്കലും ഒരു കാര്യം ക്വിറ്റ് ചെയ്യരുത്, എസ്പെഷ്യലി അത് എന്തെങ്കിലും ആകാം, ലൈഫിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്, അതിനെ പറ്റി സംസാരിക്കരുത്. പിന്നെ സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ലവ് മൈ സെൽഫ്. ഞാൻ ആദ്യം തൊട്ട് പറയുന്നത് ലവ് മൈ സെൽഫ്. കാരണം ഇതിനകത്ത് ജൂണി എന്ന് പറയുമ്പോൾ കിന്നാം ജൂൺ അല്ലെങ്കിൽ IKARM. കാരണം ഇതിനകത്ത് കാണുന്ന ഏതെങ്കിലും നോൺ ആർമീസ് ഉണ്ടെങ്കിൽ ആർ എന്ന് പറഞ്ഞപ്പോൾ അറിയായിരിക്കും. സോ പറയുന്ന കാര്യമുണ്ട് ലവ് മൈ സെൽഫ് എന്ന് പറയുമ്പോൾ ലവ് സ്റ്റാർട്ട്സ് വിത്ത് ലവിങ് അവർ സെൽഫ് എന്നാണ്. കാരണം നമുക്ക് നമ്മൾ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയുള്ളവർ നമ്മളെങ്ങനെ സ്നേഹിക്കും? സത്യമാണ് പറയുന്നത്. അപ്പൊ എപ്പോഴും ഒരു ജസ്റ്റ് കീപ് സേയിങ് ലൈക്ക് ലവ് മൈ സെൽഫ് അല്ലെങ്കിൽ കീപ് ഗോയിങ് കീപ് പുഷിങ്. അല്ലെങ്കിൽ ആ ഒരു ഇന്റന്റ് തരുന്ന ഒരു ബാൻഡാണ് BTS. മനസ്സിലായോ? അവരൊരിക്കലും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്സിലോട്ടൊന്നും ഒരിക്കലും ഒരു കൊണ്ട് എത്തിക്കത്തില്ല, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. സോ ഐ എം പ്രിറ്റി ഷുവർ അതൊന്നും വല്ല റീസൺ, മേ ബി വേറെ റീസൺ ആയിരിക്കും, മേ ബി അഡിക്ഷൻ. കാരണം സോങ്സ് ലൈക്ക് എൻ്റെ ലൈഫ് എടുത്താലും എന്നെ ശരിക്കും മൂവ് ചെയ്ത് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് എൻ്റെ ലൈഫ് മ്യൂസിക് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും മൂവ് ഓൺ ചെയ്യത്തില്ല. കാരണം നമ്മൾ പല ഹാർഡ്ഷിപ്സിലും പല ഹാർഡ് ടൈംസിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത് എപ്പോഴും മ്യൂസിക് ആയിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. കാരണം നമുക്ക് ഈ കൊച്ചിന് വന്നൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ കൊച്ചിന് വിഷമം മേ ബി ലൈക്ക് വേറെ ആളോട് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി കാണത്തില്ല. കാരണം ഒറ്റപ്പെടൽ എന്ന് പറയുന്ന സംഭവം ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു ലൈക്ക് എനിക്ക് ആ ഒറ്റപ്പെടൽ ഇത് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ലൈക്ക് എനിക്ക് എപ്പോഴും എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന ഒരാൾ എനിക്ക് എപ്പോഴും കൂടെ ഉണ്ട്. ഫ്രണ്ട്സിലായാലും എനിക്ക് ട്രസ്റ്റ് ചെയ്ത് ശരിക്കും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ എൻ്റെ ലൈഫിലുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. അപ്പം അത് പാടായിരിക്കും ഇല്ലാത്തവർക്ക്. സോ മേ ബി നമുക്ക് ആ ഫീൽ ഫോർ എ ഗേൾ. കാരണം നമുക്ക് ആ ഗേളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലൈക്ക് ഷീ മേ ബി ആ ഒറ്റപ്പെടലിൽ അത് ശരിക്കും മേ ബി ആ ഗേളിന് ലൈക്ക് വി ഹാവ് ടു ഫീൽ ഫോർ ഹർ. നമുക്ക് ഐ ഡോണ്ട് നോ ലൈക്ക് ഐ ഫീൽ ഫോർ ഹർ ശരിക്കും. കാരണം പിന്നെ പ്രത്യേകിച്ച് അവരുടെ പേരൻസും മേ ബി ഗോയിങ് ത്രൂ ഹാർഡ് ടൈം. കാരണം ഒരിക്കലും പ്രതീക്ഷ കാണത്തില്ല, പ്രത്യേകിച്ച് +1 പഠിക്കുന്ന കൊച്ച്. സോ ഹാർഡ്. ആക്ച്വലി ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസിഡന്റ് നടന്നുകൊണ്ട് കുറെ പേരൻസ് അല്ലെങ്കിൽ കുറെ നിങ്ങൾ തന്നെ ജസ്റ്റ് ഡൗൺ ആയേക്കാം കാരണം പേരൻസിന് ഇതുകൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യുക. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആരോട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ വലിയ പാടുന്നില്ല, പക്ഷേ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടാക്കണം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ലോൺലിയാണ് ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കുക. എൻ്റെ Instagram ID എവിടെയെങ്കിലും കൊടുത്തേക്ക് ഡെബിൾ റിയാക്ഷൻ സെയിം എൻ്റെ ഈ പേര് തന്നെയാണ്, സ്പേസിൽ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ Instagram അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ലൈക്ക് ഐ വിൽ ബി ദേർ ഫോർ യു. അതൊന്നും ഒരു ഇഷ്യൂ അല്ല. മേ ബി വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ BTS നമ്മൾ വൈറ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം വന്നു ക്ലിപ്സ് ഞാൻ പ്ലേ ചെയ്യാം. When we see hate and prejudice, it's meant to make people afraid, and it's meant to make people feel alone and therefore without power. When you all speak about it, you speak to people in a way that reminds them they're not alone. We just want to give back all the love that we got, use our voice like you told us. That's all we wanted. So today is a really, really historical and big day for us. We feel happy to help make a positive impact, and we feel the great responsibility at the same time. It's an honor to meet Mr. President. Well, welcome to the White House. Come on up here, guys. When we first heard that the White House and President Biden invited us because of the Stop Asian Hate and the anti-Asian hate crimes, we were like, this is it, why not? We have to go to DC, we have to see you, and thank you for recognizing all the efforts, and we've truly felt that our time truly pays off and pays back. ജോ ബൈഡൻ, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പ്രസിഡന്റ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് BTS വൈറ്റ് ഹൗസിൽ വന്നത്. ഒരു ആന്റി ഏഷ്യൻ ഹെയ്റ്റ്, ആ ആന്റി ഏഷ്യൻ ഹെയ്റ്റിനെതിരെ അവർ സംസാരിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്.
ഇത്ര വേറെ എത്ര ബാൻഡ് എത്ര ആർട്ടിസ്റ്റ് ലോകത്തുണ്ടായിട്ടും BTS കൊണ്ടുവരുന്ന കാര്യം എന്ന് വെച്ചാൽ എത്ര ഇൻഫ്ലുവൻഷ്യലാണ് അവരുടെ ടോപ്പിക്, അവർ സംസാരിക്കുന്ന കാര്യം. ഇപ്പം നമുക്ക് ആ വീഡിയോ തന്നെ കാണാം, ജോ ബൈഡൻ പറയുന്നുണ്ട് ലൈക്ക് അവർ സംസാരിക്കുന്നത്, അവർ സ്റ്റെപ്പ് ലൈക്ക് അവർ ഫോർവേഡ് കൊണ്ടുവരുന്ന മെസ്സേജ്, ആ മെസ്സേജ് എപ്പോഴും പോസിറ്റീവാണ്. ലൈക്ക് ലവിങ് അവർ സെൽഫ് അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് തിങ്. ആൻഡ് ലൈക്ക് യൂത്തിന് അവർ കൊടുക്കുന്ന ഒരു പോസിറ്റിവിറ്റി ആൻഡ് എവറിത്തിങ്. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ ഒരു ബാൻഡിൽ സ്റ്റാൻഡ് ചെയ്യുന്നു, ഇപ്പം ഞാൻ ജസ്റ്റിൻ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരാളെ ഐഡലായിട്ട് കാണുമ്പം എനിക്ക് ആ ഐഡലിനെ നേരിട്ട് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പം ഞാൻ എനിക്ക് ജസ്റ്റിൻ കാണുന്ന നേരിട്ട് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പം ഞാൻ ആഗ്രഹം കിട്ടാൻ വേണ്ടി, എനിക്ക് ആ പേഴ്സണെ കാണാൻ വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. ഞാൻ മേ ബി നല്ലപോലെ പഠിച്ച് എനിക്ക് കാശ് ഉണ്ടാക്കി എന്നിട്ട് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആർട്ടിസ്റ്റിനെ കാണാൻ പോകുമായിരിക്കും. അതുപോലെ ഇപ്പോൾ എല്ലാ K-pop ഫാൻസിനും അതുപോലെ ഒരു ഡ്രീം ഉണ്ടാവും. അതായത് ഇപ്പം പഠിച്ച് ജോലി എടുത്ത് മേ ബി സൗത്ത് കൊറിയ പോയി അവരെ കാണാം, അല്ലെങ്കിൽ അവർ കൺസേർട്ട് ഇന്ത്യ വരുമ്പോൾ കാണാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലൈക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് ആ BTS എന്നൊരു ബാൻഡ് കൊണ്ട് അവർ ജസ്റ്റ് പുഷ് ചെയ്യും ഫ്രണ്ടിലോട്ട്. കാരണം അവരെ കാണാൻ ഡ്രീംസിലോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്വന്തം സെൽഫിനായിട്ട് പുഷ് ചെയ്യും. പുഷ് ചെയ്യുന്നത് മേ ബി അവർ സ്റ്റഡീസിലായിരിക്കും, സ്റ്റഡീസ് വഴി ജോബിലോട്ടായിരിക്കും. സോ ലൈക്ക് ഇറ്റ് കീപ് പുഷിങ്, ലൈക്ക് ഇറ്റ് നെവർ പുൾസ് ബാക്ക്. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. സോ ഇതന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു റീസൺ കൊണ്ട് ഒരിക്കലും ഏതെങ്കിലും പിള്ളേരാണ് കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആർമീസാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ പേരൻസിന് കാണിക്കുക. അല്ലെങ്കിൽ BTS എന്നൊരു മോട്ടോ കൊണ്ട് അവർ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേരൻസിന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡ്രീംസ് കുറേ പോവുക. ഡ്രീംസ് എപ്പോഴും നടക്കുന്നതിന് ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ജസ്റ്റിൻ ബീബറിനെ കാണുമെന്ന്. പക്ഷേ ഇതൊരു ജസ്റ്റിൻ ബീബറെ കണ്ടിട്ടില്ല. ഞാൻ ഇന്ത്യ വരുന്നുണ്ട്, ഞാൻ കൺസേർട്ട് വരെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സോ ലൈക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ജസ്റ്റിൻ ബീബർ കൺസേർട്ടിൽ ഞാൻ 20 ഓൾമോസ്റ്റ് ആവുന്നുള്ളൂ. ഈ മന്ത് 20 ആവും 15th. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ 20th ഇയേഴ്സിൽ, ലൈക്ക് എൻ്റെ 20ാം വയസ്സിൽ ഞാൻ ഒരു ജസ്റ്റിൻ ബീബർ കാണും. കാരണം ലാസ്റ്റ് ടൈം ജസ്റ്റിൻ ബീബർ ഇന്ത്യ വന്നപ്പോൾ എനിക്ക് 15 വയസ്സേ ഉള്ളൂ. 15 വയസ്സിൽ നിന്ന് ലൈക്ക് അപ്പോൾ ഞാൻ വീട്ടിൽ വഴക്കുണ്ടായി. അപ്പോൾ എനിക്കറിയാം ഇത് നടക്കാൻ പോകുള്ളൂ. ഇപ്പോൾ ഈ പ്രാവശ്യവും അവൻ ഇന്ത്യ വരുന്നുണ്ട് നടപ്പോൾ ഞാൻ ഓർത്തത് നടക്കത്തില്ല, ലൈക്ക് ഡൽഹിയിലെ വരുന്നത് നടക്കത്തില്ലെന്ന് വിചാരിച്ചത്. പക്ഷെ നടന്നു. ആൻഡ് എവറിത്തിങ് ഈസ് പോസിബിൾ. അപ്പോൾ എനിക്ക് ശരിക്കും വിശ്വാസം, ലൈക്ക് എവറിത്തിങ് ഈസ് പോസിബിൾ. ഞാൻ BTS ഒന്നും ഞാൻ പോയി കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ബോയ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് എത്ര കോൺഫിഡൻസ് സംസാരിക്കും. നോ, ലൈക്ക് നോ മാറ്റർ വാട്ട് യു ജെൻഡർ, നിങ്ങൾ ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ, ഇറ്റ് ഡസന്റ് മാറ്റർ. ഇപ്പോൾ നമ്മൾ BTS വേണ്ട മോട്ടോനെ എടുത്തത് നിങ്ങൾ ജസ്റ്റ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നടന്നിരിക്കും obviously. So just think positive and ഇതെനിക്ക് ജസ്റ്റ് പറയാൻ തോന്നി. എനിക്ക് അറിയത്തില്ല ഇതെന്ത് മാത്രം യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മേ ബി ഞാൻ പറഞ്ഞതിൽ തെറ്റൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുക. ലൈക്ക് വി ആർ ഹ്യൂമൻസ്, വി ആർ നോട്ട് റോബോട്ട്സ്. അല്ലേ, നമ്മൾ റോബോട്ടൊന്നും അല്ല. നമ്മൾ ഹ്യൂമൻസ് മിസ്റ്റേക്സ് ഉണ്ടാക്കും. നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കില്ലെങ്കിൽ ദാറ്റ് ഡസന്റ് മേക്ക് മീ ഹ്യൂമൻ. ലൈക്ക് ഞാൻ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കില്ലെങ്കിൽ ഞാൻ വലിയ ഹ്യൂമൻ എന്ന് പറയുന്നത് അർത്ഥമില്ല. സോ that's it. ജസ്റ്റ് പറയാൻ തോന്നി, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് പറയാൻ തോന്നി, അതുകൊണ്ട് ജസ്റ്റ് പറയുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഫർദർ നോട്ടിഫിക്കേഷൻ കിട്ടും. സോ see you guys next time. Peace.